വെൽക്കം ആൾ ഓഫ് യു ടു ലിറ്ററേച്ചർ ബീസ് യൂട്യൂബ് ചാനൽ. ലിറ്ററേച്ചർ ബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയാണ്. ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിറ്റിസിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ടൈം ലൈൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ ബേസിക്കലായിട്ട് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു സംഭവം ഒരു വർക്കിനെ കുറ്റം പറയുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു മൂവി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിറ്റററി വർക്കിനെ നമ്മൾ കുറ്റം പറയുക എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ക്രിറ്റിസിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും കുറ്റം പറയൽ മാത്രമല്ല, അതിനെ നിരൂപിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ആ വർക്കിനെ പഠിക്കുക, അതിനെ ഇവാലുവേഷൻ ചെയ്യുക, അതിനെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കൂടി ഒരു ലിറ്ററേച്ചറിനെ നമ്മൾ ക്രിറ്റിസിസം നടത്തുമ്പോൾ വരുന്നുണ്ട്. ക്രിറ്റിസിസത്തെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ നമ്മളോട് ഒരു മൂവി കണ്ടോ എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ യെസ് ഓർ നോ എന്നുള്ളൊരു ആൻസർ പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ബേസിക്കലായിട്ട് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ മൂവിയെ അതല്ലെങ്കിൽ ആ പുസ്തകത്തെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ക്രിറ്റിസിസത്തെ. ലിറ്റററി തിയറിയെ കുറിച്ച് പറയുമ്പോൾ പുതിയ കാലത്തുള്ള ലിറ്റററി ക്രിറ്റിസിസങ്ങളെല്ലാം ഒരു ലിറ്റററി തിയറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളൊരു ലിറ്റററി വർക്കിനെ, ഒരു ലിറ്ററേച്ചറിൻ്റെ ഗോൾസ്, അതിൻ്റെ മെത്തേഡ്സ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ചൊക്കെ ഫിലോസഫിക്കൽ ഡിസ്കഷൻ നടത്തുമ്പോൾ ഇതാണ് നമ്മൾ ലിറ്റററി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു വർക്കിൻ്റെ ലക്ഷ്യം അതല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് തുടങ്ങിയുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഫിലോസഫിക്കലി ഡിസ്കസ് ചെയ്യുമ്പോൾ, തിയറികൾ വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതാണ് ലിറ്റററി തിയറി എന്നുള്ള ഒരു സംഭവത്തിന് കീഴിൽ വരുന്നത്. ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്റററി തിയറി എന്നുള്ളത് വളരെ ബേസിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ടൈം ലൈനിലേക്ക് പോവുകയാണ്. അതായത് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസം ഏതാണ്, ഇപ്പോൾ എത്തി നിൽക്കുന്ന ലിറ്റററി ക്രിറ്റിസിസം എവിടെ വരെയാണ് തുടങ്ങിയുള്ള സംഭവങ്ങൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ക്ലാസിക്കൽ ആൻഡ് മെഡീവൽ ക്രിറ്റിസിസമാണ് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ക്ലാസിക്കൽ ക്രിറ്റിസിസം അരിസ്റ്റോട്ടലിൻ്റെ അതുപോലെ തന്നെ പ്ലാറ്റോയുടെയൊക്കെ കാലമാണ്. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്, പ്ലാറ്റോയുടെ അതുപോലെ തന്നെ റിപ്പബ്ലിക് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള വർക്കുകളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള കാലമാണ് ക്ലാസിക്കൽ പീരീഡ്, അതായത് ഗ്രീക്ക് പീരീഡാണ് അത്. മെഡീവൽ ക്രിറ്റിസിസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഡാൻഡെ അലിഗറി പോലുള്ള പ്രധാനപ്പെട്ടുള്ള റൈറ്റേഴ്സൊക്കെ നമുക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ഡ്രാമാസ്, നാട്യശാസ്ത്ര തുടങ്ങിയിട്ടുള്ള വർക്കുകളൊക്കെ വരുന്നത് ഈ പീരീഡിലാണ്, അതായത് ക്ലാസിക്കൽ ആൻഡ് മെഡീവൽ ഏജസിലായിട്ടാണ്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്രിറ്റിക്സ് റോമൻ ക്രിറ്റിക്സ് ആണ്. റോമൻ ക്രിറ്റിക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റോമൻ ക്രിറ്റിക്സിൽ നമുക്ക് ഹൊറൈസിനെ കാണാൻ പറ്റും, അതുപോലെ തന്നെ ലോഞ്ചിനസിനെ കാണാൻ പറ്റും. ഓൺ സബ്ലൈം തുടങ്ങിയിട്ടുള്ള വർക്കൊക്കെ എഴുതിയിട്ടുള്ള ലോഞ്ചിനസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കിൻറ്റിലിയാൻ വരുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള ഓതേഴ്സൊക്കെയാണ് റോമൻ ക്രിറ്റിസൈഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒരു ടൈം ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ റിനൈസൻസ് ക്രിറ്റിക്സാണ് മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ. ഇതിൽ ഓതേഴ്സ് എന്ന് പറയുമ്പോൾ ലുഡോവിക്കോ കാസ്റ്റൽ വെൻട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സിന് ഇദ്ദേഹത്തിൻ്റെ കമൻട്രീസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫിഗറാണ് ജിയോർജിയോ വെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ ക്രിറ്റിക്. ഇദ്ദേഹം ലാറ്റിൻ ട്രാൻസ്ലേഷൻ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ വർക്കുകളൊക്കെ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ റിനൈസൻസ് ക്രിറ്റിസിസത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിഡ്നി ഉണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പ് സിഡ്നി, അതുപോലെ തന്നെ ബെൻ ജോൺസൺ തുടങ്ങിയിട്ടുള്ള ഓതേഴ്സൊക്കെ വരുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ലിറ്ററേച്ചറിനെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് റിനൈസൻസ് ക്രിറ്റിസിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് ക്രിറ്റിസിസമാണ് അടുത്തായിട്ട് വരുന്നത്. എൻലൈറ്റ്മെൻറ്റ് ക്രിറ്റിസിസത്തിന് നിയോ ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് കൂടി നമുക്ക് പേര് വിളിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി വളരെ വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ വായന വളരെ വൈഡായി, അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസം വളരെ വൈഡായിട്ട് വലുതായി. മാഗസീൻസ് പബ്ലിഷ് ചെയ്യപ്പെടാൻ തുടങ്ങി, ന്യൂസ് പേപ്പേഴ്സ് വളരെ വ്യാപകമായി. അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസം വളരെ വൈഡായിട്ട് നടന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടുള്ള ഫിഗേഴ്സ് ജോൺ ഡ്രൈഡൻ ഉണ്ട്, അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പ് ഉണ്ട്, സാമുവൽ ജോൺസൺ ഉണ്ട്, തുടങ്ങിയിട്ടുള്ള ഫിഗേഴ്സ് നമുക്കിതിനെ കാണാൻ പറ്റും. അടുത്തൊരു ഏരിയയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ റൊമാൻറ്റിക് ക്രിറ്റിസിസമാണ് അടുത്തായിട്ട് വരുന്നത്. റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൽ മേജർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺ കീറ്റ്സ് ഈ വീട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുബ്ലക്കാനൊക്കെ എഴുതിയിട്ടുള്ള കോളറിഡ്ജ് വരുന്നുണ്ട്. കോളറിഡ്ജിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള വേർഡ്സ്വർത്ത് വരുന്നുണ്ട്, വില്യം വേർഡ്സ്വർത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വില്യം ഹാസ്ലിറ്റ് ഈ ടൈമിലാണ് വരുന്നത്.
അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓതേഴ്സ് റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൻ്റെ പീരീഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകത ഇൻഡിവിജ്വാലിറ്റി ആണ് ഈ ഒരു പീരീഡിൻ്റെ പ്രത്യേകത. അതായത് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള റൈറ്റിങ്സ് ആണ് ഈ ടൈമിലെ റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിലെ ലിറ്റററി ക്രിറ്റിക്സുകൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വിക്ടോറിയൻ ക്രിറ്റിക്സ് ആണ് അടുത്തായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. വിക്ടോറിയൻ ക്രിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഫിഗർ മാത്യു അർണോൾഡ് തന്നെയാണ്. തൻ്റെ വർക്കുകളെക്കാട്ട് കൂടുതൽ തൻ്റെ ക്രിട്ടിക്കൽ വർക്കുകൾ കൊണ്ട് ക്രിറ്റിസം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ആളാണ് മാത്യു അർണോൾഡ്. അതുപോലെ തന്നെ ഇതിൽ നീഷ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജോർജ് എലിയട്ട് ഈ ടൈമിൽ വരുന്നുണ്ട്, ജോൺ റസ്കിൻ വരുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫിഗേഴ്സ് വിക്ടോറിയൻ ക്രിറ്റിക്സിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ടൈം ലൈനിൽ വരുന്നത് ന്യൂ ക്രിറ്റിസിസം എന്നുള്ള ഒരു ക്രിറ്റിസിസത്തിൻ്റെ പീരീഡാണ്. ന്യൂ ക്രിറ്റിസിസം ഇത് പോസ്റ്റ് വേൾഡ് വാർ പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ന്യൂ ക്രിറ്റിസിസം എന്നുള്ള പേരും വരുന്നത്. ആംഗ്ലോ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസം എന്നും ഇതിന് നമുക്ക് പേര് കാണാൻ പറ്റും ന്യൂ ക്രിറ്റിസത്തിന്. കാരണം ഈ സമയത്താണ് TS എലിയട്ട്, അതുപോലെ തന്നെ IA റിച്ചാർഡ്സ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ലിറ്റററി ക്രിറ്റിക്സുകൾ തങ്ങളുടെ വർക്കുമായിട്ട് വരുന്നതും ആംഗ്ലോ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസം എന്നുള്ള പുതിയ ഒരു ലിറ്റററി ക്രിറ്റിക്സിൻ്റെ ശാഖ രൂപീകരിക്കുന്നതും. ഇത് മിഡ് 20th സെഞ്ച്വറി മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലോസ് റീഡിങ് ഓഫ് ടെക്സ്റ്റിനെ ക്ലോസ് റീഡിങ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഓതറെ കുറിച്ചോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒരു വർക്കിൻ്റെ അതിങ്ങനെ തുടങ്ങിയിട്ടുള്ള യാതൊരു കാര്യവും പരിഗണിക്കാതെ ടെക്സ്റ്റ് വാട്ട് റിട്ടൺ ഓൺ ദ പേജ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസമാണ് ഇതിൽ വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടുള്ള ഫിഗേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. TS എലിയട്ട് ഉണ്ട്, റോബർട്ട് വാരൻ, അതുപോലെ തന്നെ വില്യം എംസൺ ഉണ്ട്, IA റിച്ചാർഡ്സ് ഉണ്ട്, FR ലെവിസ്, അതുപോലെ തന്നെ ക്ലെൻത്ത് ബ്രൂക്സ്, അതുപോലെ തന്നെ അലൻ ടൈറ്റ് തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒരു ടൈം ലൈൻ, ഷോർട്ട് ടൈം ലൈൻ എന്ന് പറയുന്നത്.